ദക്ഷിണാഫ്രിക്കയിലെ വലിയ ഒരു ഓഫീസിന്റെ ഉടമയായിരുന്ന ഒരാളുണ്ട്. നല്ല ശമ്പളം വാങ്ങിയിരുന്ന വക്കീലാണ്. ഒരുപാട് കേസുകളുടെ നടുവിൽ ഇങ്ങനെ കഴിയുന്ന ഒരു വക്കീലായിരുന്നു. അദ്ദേഹമാണ് ഒരു നിമിഷം ആലോചിക്കുന്നത്, പൈസ ഉണ്ടാക്കി അതൊക്കെ മതി, ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം അത്രയേറെ പൈസ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്, അത്രയും തിരക്കൊക്കെയുള്ള വക്കീലാണ്. അപ്പൊ അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇനി മതി പൈസ ഉണ്ടാക്കിയതൊക്കെ, ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ആ ഒരൊറ്റ ചിന്തയിലാണ് അദ്ദേഹം അവിടുന്ന് പോകുന്നത്. ദക്ഷിണാഫ്രിക്ക വിട്ടു. 1915 ജനുവരി 7 ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലിൽ കയറിപ്പോന്നു. അപ്പോളോ ബന്ദറിൽ വന്ന് കാലുകുത്തി. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ കാലുകുത്തി ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു മനുഷ്യൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഉജ്ജ്വലമായ ഒരു തീരുമാനം എടുത്ത് ഇന്ത്യയിലേക്ക് വന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന ഈ രാജ്യം ഉണ്ടാവുമായിരുന്നില്ല. ആ മനുഷ്യന്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ്.